ഹലോ ഗായ്സ്, ശ്രീലക്ഷ്മി ജെയിൻ ഒഫീഷ്യൽ എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് എവിടെയാണെന്ന് വെച്ചാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു യാത്രയാണ് കേട്ടോ. നമ്മൾ പോലും പ്രതീക്ഷിച്ചില്ല നമ്മളിന്ന് ഇങ്ങനെ ഒരു ട്രാവൽ ചെയ്യുമെന്ന്. അതായത് നമ്മുടെ ഹൈക്കോർട്ട് മുതൽ ഫോർട്ട് കൊച്ചി വരെ നമ്മളിന്ന് വാട്ടർ മെട്രോയിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഒരുപാട് തവണ നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും എനിക്കൊരു ഫുൾ വ്ളോഗായിട്ട് എടുക്കാൻ പറ്റിയില്ല, അഥവാ ഒരു വീഡിയോ പോലും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ ഇന്നെന്തോ ഒരു അൺഎക്സ്പെക്റ്റഡ് ആണ്, എനിക്ക് വീഡിയോ എടുക്കാനും പറ്റി. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തു പോകുന്ന യാത്രയെക്കാളും നല്ലത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടുന്ന യാത്രകൾ നമ്മൾക്ക് എപ്പോഴും മറക്കാൻ പറ്റാത്ത ഒരു യാത്രയായിരിക്കും. അങ്ങനെ ഞങ്ങളിന്ന് പോണ ഈ ഹൈക്കോർട്ട് മുതൽ ഫോർട്ട് കൊച്ചി വരെയുള്ള യാത്രയിൽ പല എന്ന് പറഞ്ഞാൽ എന്താ കണ്ടതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത്ര മനോഹരമായ യാത്രയാണ്. കപ്പലുകളും പിന്നെ വള്ളങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും മരങ്ങളും പിന്നെ വാട്ടർ മെട്രോസും എല്ലാം. കൊച്ചി എന്ന് പറയുന്നത് തന്നെ എല്ലാവർക്കും ഒരു വികാരമായ ഒരു സ്ഥലം തന്നെയാണ്. ഞാനൊരു ഇടുക്കിക്കാരിയാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ നാട്ടിൽ ഈ കടലൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കടലൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒത്തിരി കാഴ്ചകൾ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആകാംക്ഷയാണ്. പുതിയതായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ നമുക്കതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ. ഇതൊക്കെ ഈ കപ്പലുകളൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇടയ്ക്ക് ഇവിടെ വന്നു പോകണമെങ്കിൽ പോലും ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ഇത് ചരക്ക് കപ്പലാണ് എന്നാണ് തോന്നുന്നത്. എനിക്കിത് എന്ത് കപ്പലാണെന്നുള്ള, പക്ഷേ ഇതൊരു കപ്പലാണ്, അത് മനസ്സിലായിട്ടോ. ആർക്കെങ്കിലും അറിയുവാണെങ്കിൽ ഒന്ന് കമൻ്റൊക്കെ ചെയ്യുവാണെങ്കിൽ നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ അടുപ്പിച്ച് ഇങ്ങനെ കപ്പലുകൾ നിരത്തിയിട്ടിട്ടുണ്ട്. എല്ലാം ചരക്ക് കപ്പൽ തന്നെയാണെന്ന് തോന്നുന്നു. കയറ്റുമതി ഇറക്കുമതിക്കൊക്കെ നമ്മൾ ഇവിടുന്ന് കപ്പലുകൾ ഉപയോഗിക്കാറല്ലോ, അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. അപ്പം അതും ഇന്ന് ലക്കിനെന്തോ എൻ്റെ വീഡിയോയിൽ കിട്ടി. ഇതുവരെ ഞാൻ എടുത്തിരിക്കുന്ന വ്ളോഗിലൊന്നും ഇത്ര കൃത്യമായിട്ട് ഞാൻ എടുത്തിട്ടില്ല. പക്ഷെ എന്തോ ഒരു ലക്കിന് കിട്ടിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതിനൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നത് ഈ വെള്ളം ഇങ്ങനെ ഒഴുകി പോകണമെന്ന് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ പലരും പറയുന്നത് കടലിൻ്റെ പകുതിയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ എനിക്കങ്ങനെ കൃത്യമായിട്ടറിയില്ല. എന്നെ സംബന്ധിച്ച് വെള്ളം കുറേ വെള്ളമുണ്ട്, കുറേ ഷിപ്പുണ്ട്. പക്ഷേ എനിക്ക് അത്ര സന്തോഷം എന്ന് വെച്ചാൽ അത്ര സന്തോഷം കേട്ടോ. കാരണം ഞാൻ ഇവിടെ വന്നിട്ട് ഇങ്ങനെ വ്ളോഗ് എടുത്തപ്പം, അപ്പം ഞാൻ ഈ വ്ളോഗ് എടുക്കുമ്പോൾ തന്നെ എൻ്റെ കൂടെയുള്ള ആളോട് ഞാൻ പറഞ്ഞു, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എന്നെ കളിയാക്കുമായിരുന്നു. അയ്യേ, കൊച്ചി വന്നിട്ട് ഇതൊന്നും ഇതുവരെ കണ്ടിട്ടില്ല, വീഡിയോ എടുത്തിട്ടില്ല, ഇത്രയും വർഷം കൊച്ചിയിലില്ലേ, പിന്നെ നുണ പറയുക എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആർക്കും അങ്ങനെ പറഞ്ഞാൽ പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ഡെയിലി പോണതൊക്കെയാണ് ഈ വഴി. അപ്പോൾ നമ്മൾ അത്ര ശ്രദ്ധിച്ചിട്ടോ അങ്ങനെ ഒന്നുമില്ല. പക്ഷേ ഇത് എവർഗ്രീൻ പറയുന്ന ഷിപ്പാണ്. പക്ഷേ ഇത് എന്ത് ഷിപ്പാണെന്നൊന്നും എന്നോട് ആരും ചോദിക്കരുത്, എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുവാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഗായ്സ്, അടുത്ത വ്ളോഗിൽ നമുക്ക് ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ, സീ യു ഓൾ.